ക്ഷമിക്കണം. അതായത് നമ്മൾ ഈ അമിത്ഷാ നേരത്തെ പറഞ്ഞ അദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ കേരളം വരും, തമിഴ്നാട് വരും, ഒപ്പം ഈ പറഞ്ഞതുപോലെ കർണാടകയും വരും. പക്ഷെ അപ്പോഴും നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഈ മാജിക് വോളിന്റെ പ്രത്യേകത വെച്ച് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ശരത്ത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ BJP AIDMK സഖ്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 39 സീറ്റോടുകൂടി മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചുവെങ്കിലും മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ 39 സീറ്റിലും 38 സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഫാർമർ ഡിസ്ട്രസ് എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടർ, അതായത് കർഷക രോഷം ഏറ്റവും കൂടുതൽ അലയടിക്കുന്ന 10 മണ്ഡലങ്ങൾ, AIDMK കഴിഞ്ഞ തവണ ജയിച്ച 10 മണ്ഡലങ്ങൾ, അവിടെ ഇത്തവണ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അമിത്ഷായുടെ സ്വപ്നങ്ങൾക്ക് മേൽ ഒരുപക്ഷെ വലിയ കരുതലാർത്തുന്ന ഒരു സംഭവം, അതായത് മോദി സർക്കാരിന്റെ കാർഷിക നയങ്ങളും ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കർഷകർക്കായി അല്ലെങ്കിൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലുമൊക്കെ വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു 10 മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ അമിത്ഷാ പറയുന്ന തരത്തിൽ ഒരു ഗുണം ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടി വരും. അവിടെ നമുക്കറിയാം കഴിഞ്ഞ തവണ AIDMK ഈ 10 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയ മണ്ഡലമാണ്. അവിടെ ഈ കർഷകരോഷമടക്കം വലിയ തോതിൽ സ്വാധീനം ചെലുത്തുമെന്ന രീതിയിൽ നമ്മുടെ ഒരു ഈ മാജിക് വോളിനകത്തുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദളിത് വിഭാഗങ്ങൾക്ക് 20% ദളിത് വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള 4 മണ്ഡലങ്ങൾ, 20% മേൾ ദളിത് വിഭാഗങ്ങളുള്ള 4 മണ്ഡലങ്ങൾ, അവിടെയും കഴിഞ്ഞ തവണ DMKക്ക് വലിയ തോതിൽ പ്രാധാന്യമുണ്ടായി വിജയിച്ച മണ്ഡലമാണ്. അവിടെയും ഇത്തവണ വലിയ തോതിൽ AIDMKക്ക് DMKക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയുമായൊക്കെ ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ധ്രുവീകരണം അത് വലിയ തോതിൽ സ്വാധീനിക്കുമെന്ന് DMK പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസും അത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിലും വലിയ തോതിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് മുസ്ലിം ഫാക്ടർ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം. അത് 20% മുകളിൽ മുസ്ലിം പോപ്പുലേഷനുള്ള 4 മണ്ഡലങ്ങൾ കൂടി ഉണ്ട് തമിഴ്നാട്ടിൽ. അവിടെയും കഴിഞ്ഞ തവണ AIDMKക്കായിരുന്നു മുന്നേറ്റം. പക്ഷേ ഇത്തവണ അത് തങ്ങൾക്കൊപ്പം നിൽക്കും, ഈ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിയുമായി മറ്റും ബന്ധപ്പെട്ട തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് വലിയ തോതിൽ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി